Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. UK കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം. മകളുടെ പേരിൽ അക്രമം ആഗ്രഹിക്കുന്നില്ലെന്ന് കൊല്ലപ്പെട്ട ആലീസിന്റെ കുടുംബം. UK സൗത്ത് പോർട്ടിൽ 3 പെൺകുട്ടികളുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം അവസാനിപ്പിക്കണമെന്ന് കൊല്ലപ്പെട്ട കുട്ടികളിൽ ഒരാളായ ആലീസിന്റെ മാതാപിതാക്കൾ. 9 വയസ്സുകാരിയുടെ സംസ്കാര ചടങ്ങിലാണ് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിന് അറുതി വരുത്തണമെന്ന് മാതാപിതാക്കളായ സെർജിയോയും അലക്സാന്ദ്രയും അഭ്യർത്ഥന നടത്തിയത്. തന്റെ മകളുടെ പേരിൽ UK തെരുവുകളിൽ ഇനി ഒരു അക്രമം ഉണ്ടാകുവാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ആലീസിന്റെ മാതാപിതാക്കൾ അറിയിച്ചതായി മെർസിസൈഡ് ചീഫ് കോൺസ്റ്റബിൾ സെറീന കെന്നഡി പറഞ്ഞു. കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് 900-ലധികം ആളുകളാണ് അറസ്റ്റിലായത്. 466 പേർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. 2 ആഴ്ച മുമ്പാണ് സൗത്ത് പോർട്ടിൽ ആലീസും മറ്റ് 2 പെൺകുട്ടികളും കുത്തേറ്റ് മരിക്കുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. UK ജനിച്ചു വളർന്ന 17 വയസ്സുകാരനായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ. രാജ്യത്തെ നിയമമനുസരിച്ച് പ്രതിയുടെ വിവരങ്ങൾ പുറത്തു അറിയിച്ചിരുന്നില്ല. തുടർന്ന് പ്രതിയുടെ മതത്തെ ചൊല്ലിയുള്ള വ്യാജ പ്രചരണം UK കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിന് കാരണമായി. തോമസ് ബാഹ് IOC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നു. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം ഒഴിയുവാൻ തോമസ് ബാഹ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 തവണ മത്സരത്തിനില്ലെന്ന് തോമസ് ബാഹ് അറിയിച്ചു. 70-കാരനായ ജർമ്മൻ അഭിഭാഷകൻ ഞായറാഴ്ച ഒളിമ്പിക് ഗെയിംസ് അവസാനിക്കുന്നതിന് മുന്നോടിയായി ശനിയാഴ്ച രാത്രി പാരീസിൽ നടന്ന IOCയുടെ 142ാമത് പൊതുയോഗത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 1976 ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവായ ബാഹ് 2013 മുതൽ IOC പ്രസിഡന്റാണ്. ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഒളിമ്പിക് ചാമ്പ്യനാണ് ബാഹ്. വേൾഡ് അത്ലറ്റിക് മേധാവിയും ബ്രിട്ടീഷുകാരനുമായ സെബാസ്റ്റ്യൻ ന്യൂബോൾട്ട് കോയും ബാഹിന്റെ പിൻഗാമിയാവും. UK ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. UK പല ഭാഗങ്ങളിലും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. വടക്കൻ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ചത്തേക്ക് മെറ്റ് ഓഫീസ് യെല്ലോ അലർട്ട് നൽകി. എന്നാൽ തെക്കൻ ഭാഗങ്ങളിൽ കൂടുതൽ വരണ്ട കാലാവസ്ഥയാകും. കിഴക്കൻ US പ്രളയമുണ്ടാക്കിയ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ഡെബിയാണ് UK ഇപ്പോഴത്തെ കാലാവസ്ഥാ മാറ്റത്തിന് കാരണം. ഇക്കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ ഡെബി നിരവധി തെക്കൻ US നഗരങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായിരുന്നു. കൊടുങ്കാറ്റ് പിന്നീട് വടക്കൻ കിഴക്കൻ കാനഡയിലേക്ക് അതിവേഗം വീശി. ഇതുമൂലം മോൺട്രിയലിൽ റെക്കോർഡ് കണക്കിലുള്ള മഴയാണ് രേഖപ്പെടുത്തിയത്. കൊടുങ്കാറ്റ് ദുർബലമായെങ്കിലും ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ വടക്കൻ അറ്റ്ലാന്റിക്സിൽ ഉണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നു. ഡോക്ടറാകുവാൻ UK യുവാക്കൾക്ക് താല്പര്യമില്ല. ശമ്പളം കുറവായതിനാൽ മെഡിക്കൽ ഡിഗ്രികൾക്കുള്ള അപേക്ഷകളിൽ 12% ഇടിവ് രേഖപ്പെടുത്തി. ഈ കോഴ്സിന് അപേക്ഷിച്ച 18-കാരായ ബ്രിട്ടീഷ് വിദ്യാർത്ഥികളുടെ എണ്ണം 2022 13,880 ആയിരുന്നത് ഈ വർഷം 12,100 താഴ്ന്നതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. കരിയർ സംബന്ധിച്ച് നിലനിൽക്കുന്ന ആശങ്കകളാകാം ഇടിവിന് കാരണമെന്നാണ് യൂണിവേഴ്സിറ്റീസ് UK വിവിയൻ സ്റ്റോൺ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചത്. മറ്റ് കരിയറുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ പ്രാരംഭ ശമ്പളം നൽകുന്നുവെന്നതാണ് യുവാക്കളെ പിന്തിരിപ്പിക്കുവാനുള്ള പ്രധാന ഘടകം. ഇനി നാട്ടിലെ വാർത്തകൾ. 93,000 പട്ടാളക്കാരുമായി ഇന്ത്യക്ക് മുന്നിൽ പാക് കീഴടങ്ങൽ. ബംഗ്ലാദേശിലെ ചരിത്ര പ്രതിമ തകർത്തു. ബംഗ്ലാദേശ് കലാപത്തിൽ ഇന്ത്യ വിരുദ്ധതയുടെ സൂചനയുമായി പുതിയ ചിത്രം പുറത്തുവരികയാണ്. ബംഗ്ലാദേശ് വിമോചന സ്മരണയ്ക്കായി സ്ഥാപിച്ച പ്രതിമ ഇന്ത്യ വിരുദ്ധക്കാർ നശിപ്പിച്ചതായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP പറഞ്ഞു. 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ കീഴടങ്ങിയ നിമിഷം ചിത്രീകരിക്കുന്ന പ്രതിമ തകർത്ത ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ തരൂർ പങ്കുവച്ചു. മുജീബ് നഗറിലെ ഷഹീദ് മെമ്മോറിയൽ കോംപ്ലക്സിൽ ഇന്ത്യ വിരുദ്ധർ നശിപ്പിച്ച പ്രതിമകളുടെ ഇത്തരമൊരു ചിത്രങ്ങൾ കാണുന്നതിൽ സങ്കടമുണ്ട്. ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിനും ക്ഷേത്രങ്ങൾക്കും ഹിന്ദു ഭവനങ്ങൾക്കും നേരെയുള്ള അക്രമങ്ങൾക്ക് പിന്നാലെയാണിത്. സാധാരണക്കാരായ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ വീടുകളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കുന്നതിനായി റിപ്പോർട്ട് വരുമ്പോഴാണ് 71 വിമോചന പ്രതിമകൾ തകർക്കപ്പെട്ടതെന്ന് തരൂർ എക്സിൽ കുറിച്ചു. ദുരിതബാധിതർക്കായി 20 സെന്റ് ഭൂമി വിട്ടു നൽകി വയനാട് സ്വദേശി. ഭൂമിയുടെ രേഖ മുഖ്യമന്ത്രിക്ക് കൈമാറി. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് തണലൊരുക്കുവാൻ തന്റെ പേരിലുള്ള ഭൂമി വിട്ടു നൽകിയിരിക്കുകയാണ് യുവതി. വയനാട് കൊട്ടത്തറ സ്വദേശി അജീഷ ഹരിദാസും ഭർത്താവ് ഹരിദാസുമാണ് 20 സെന്റ് സ്ഥലം വിട്ടു നൽകിയത്. ഭൂമിയുടെ രേഖ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. നിലവിൽ തൃശൂർ KSFE ഈവനിംഗ് ബ്രാഞ്ചിൽ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് ആണ് അജീഷ. കർഷക കുടുംബത്തിൽ ജനിച്ച അജീഷയുടെ അച്ഛൻ ജയചന്ദ്രനും അമ്മ ഉഷാകുമാരിക്കും വീട് വെക്കുന്നതിനായി 2009 വയനാട് കമ്പളക്കാട് വാങ്ങിയ 20 സെന്റ് സ്ഥലമാണ് ദുരിതബാധിതർക്ക് വീട് വെക്കുവാനായി സർക്കാരിലേക്ക് വിട്ടു നൽകിയത്.
പൾസർ സുനിക്ക് ഹൈക്കോടതി വിധിച്ച പിഴ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. എതിർകക്ഷികൾക്ക് നോട്ടീസ്. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനിക്ക് ഹൈക്കോടതി വിധിച്ച പിഴ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിന് 25,000 രൂപയായിരുന്നു ഹൈക്കോടതി പിഴയിട്ടിരുന്നത്. ജസ്റ്റിസുമാരായ അഭയ് എസ് ഓഖ, അഗസ്റ്റിൻ ജോർജ് മാസിഹ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹൈക്കോടതിയുടെ പിഴ സ്റ്റേ ചെയ്തത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പൾസർ സുനി നൽകിയ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് സുപ്രീം കോടതി നടപടി. ഓഗസ്റ്റ് 27 ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഹൈക്കോടതിയെ തുടർച്ചയായി സമീപിക്കുന്നതിന് പൾസർ സുനിയെ സഹായിക്കുവാൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ ആളുണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. വിചാരണയുടെ അന്തിമഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകരുതെന്ന സർക്കാർ വാദവും കോടതി അംഗീകരിച്ചു. ഇനി കായിക വാർത്തകൾ. ശരീരഭാരം നിയന്ത്രിക്കേണ്ടത് താരങ്ങളുടെയും പരിശീലകരുടെയും ചുമതലയാണെന്ന് PT ഉഷ. ശരീരഭാരം 100 ഗ്രാം കൂടിയതിന്റെ പേരിൽ പാരീസ് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനൽ മത്സരത്തിൽ നിന്ന് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഭാരം നിയന്ത്രിക്കേണ്ടത് താരങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് PT ഉഷ വ്യക്തമാക്കി. ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം പാരീസിലേക്ക് പോയ മെഡിക്കൽ ടീമിനും മെഡിക്കൽ ഓഫീസർ ദിൽഷ പർദിവാലയ്ക്കും എതിരായ വിമർശനങ്ങൾ അംഗീകരിക്കുവാൻ സാധിക്കില്ലെന്നും PT ഉഷ അറിയിച്ചു. 50 കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തി ഫൈനലിൽ കടന്ന വിനേഷിനെ മത്സരത്തിന്റെ അന്ന് രാവിലെയാണ് അയോഗ്യയാക്കിയത്. ഇതോടെ ഇന്ത്യക്ക് ഉറപ്പായ ഒരു മെഡൽ നഷ്ടമായിരുന്നു. ഗുസ്തി, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബോക്സിംഗ്, ജൂഡോ പോലുള്ള ഇനങ്ങളിൽ താരങ്ങളുടെ ശരീരഭാരം നിയന്ത്രിക്കേണ്ടത് ഓരോ അത്ലറ്റിക്കുകളുടെയും അവരെ പരിശീലിപ്പിക്കുന്നവരുടെയും ചുമതലയാണ്. IOA നിയമിച്ച ചീഫ് മെഡിക്കൽ ഓഫീസർ ദിൻഷോ പർദിവാലയുടെയും അദ്ദേഹത്തിന്റെ സംഘത്തിന്റെയും ഉത്തരവാദിത്തമില്ലെന്നും PT ഉഷ അറിയിച്ചു. തന്റെ കരിയറിലെ ഏറ്റവും മികച്ച 3-4 മാസങ്ങളാണിപ്പോൾ കടന്നു പോയതെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. ഇത്തവണ IPL സീസൺ മുതൽ ഇന്ത്യൻ കിരീടം നേടിയ T20 ലോകകപ്പിലും പിന്നീട് സിംബാബ്വെ, ശ്രീലങ്ക പര്യടനങ്ങളിലുമെല്ലാം മികച്ച അനുഭവമാണ് ഉണ്ടായതെന്ന് സഞ്ജു വ്യക്തമാക്കി. ഏകദിന ലോകകപ്പിൽ കളിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിലും T20 ലോകകപ്പിൽ കളിക്കണമെന്നാണ് മുകളിലുള്ളയാൾ തീരുമാനിച്ചതെന്നും സഞ്ജു പറഞ്ഞു. കേരള രഞ്ജി ടീമിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണെന്നും സഞ്ജു പറഞ്ഞു. എന്റെ കരിയറിലെ ഏറ്റവും മികച്ച 3-4 മാസമാണ് കഴിഞ്ഞത്. IPL നിന്നാണ് തുടങ്ങിയത്. അവിടെ നന്നായി ചെയ്യാൻ പറ്റി. പ്രതീക്ഷിച്ചതുപോലെ ഫൈനലിലെത്താനായില്ല. എങ്കിലും മികച്ച പ്രകടനം എനിക്കും ടീമിനും കാഴ്ചവെക്കുവാൻ പറ്റി. അതിനു പിന്നാലെ ലോകകപ്പ് ടീമിൽ ഇടം ലഭിച്ചതും വലിയൊരു നേട്ടമായി. പണ്ട് ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരുന്നു ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുക എന്നത്. 3-4 വർഷം മുമ്പ് മുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇത്. ഇക്കഴിഞ്ഞ ഏകദിന ലോകകപ്പ് കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ മുകളിലുള്ളയാൾ തീരുമാനിച്ചത് T20 ലോകകപ്പിൽ കളിക്കണമെന്നാണെന്നും സഞ്ജു പറഞ്ഞു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.17 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio